അപ്പോൾ ഞാനിതാ ഒരു വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാനുള്ള ഒരു തിരക്കിലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ ബസ്സിൽ കയറി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ആൾക്കാർ കയറണത്രേ, കുറച്ച് ആൾക്കാർ ആവണതേ ഉള്ളൂ. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് പുറപ്പെട്ടു. ഒരുപാട് പേരൊന്നുമില്ല, ചെക്കന്റെ ബന്ധക്കാരും പിന്നെ ഞാനടങ്ങുന്ന കുറച്ച് അയൽപ്പക്കാരും മാത്രം അടങ്ങുന്ന ഒരു ടീമാണ് ഈ ബസ്സിലുള്ളത്. ഒന്നാമത് ഈ വിവാഹ നിശ്ചയത്തിൽ ചെക്കന്റെ പരിചയക്കാരനാണ് ഞാൻ. അങ്ങനെ ഏകദേശം മിനിറ്റുകളുടെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ മണിക്കൂറുകളോളം ഇരുന്നിട്ട് യാത്ര ചെയ്യേണ്ടത്ര ദൂരമൊന്നുമില്ല. നീലേശ്വരാണ്, ഇവിടെ അടുത്താണ്. അവിടെ നീലേശ്വരം ടൗണിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ശ്രീ കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രം എന്ന അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ് വിവാഹ നിശ്ചയം നടക്കുന്നത്. പുഴക്കരയോട് ചേർന്ന ഭാഗത്താണ് ഈ ക്ഷേത്ര ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കസാരൊക്കെ അധികം ഒഴിഞ്ഞു നടക്കുന്നുണ്ട്. ചടങ്ങുകളൊന്നും അങ്ങനെ അധികം തുടങ്ങാനായിട്ടുമില്ല. നീലേശ്വരം എന്ന പ്രദേശത്തുള്ള ഏറ്റവും ചെറിയ ഓഡിറ്റോറിയമാണിത്. വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ ആരംഭഘട്ടത്തിലേക്ക് എത്താൻ തുടങ്ങിയെന്ന് തോന്നുന്നു. വധുവരന്മാരുടെ ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും നേരത്തെ തന്നെ ഇരുവശങ്ങളെയും കസാരകളിൽ ഇരിപ്പുറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വധു വന്ന് വിളക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇരു കൂട്ടരുടെയും നടുവിൽ ഇരുന്നതിന് ശേഷം കല്യാണ തീയതി കുറിക്കലും ക്ഷണക്കത്തിനുള്ള എഴുത്തുകൾ തയ്യാറാക്കൽ, ശേഷം എഴുതിയതെല്ലാം വന്നിരിക്കുന്ന അതിഥികളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കൽ എന്നിങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കും. ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് വേണ്ട, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിനെപ്പറ്റി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നത് ഒരു വ്ളോഗർ എന്ന നിലയിൽ എന്റെ കടമയല്ലേ. ചടങ്ങ് ഞാൻ കാത്തിരിക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ ഉടനെ തന്നെ അധികം നേരം നിന്നില്ല, നേരെ വിട്ടു ഭക്ഷണ ഹാളിലേക്ക്. വളരെ വേഗത്തിൽ ഭക്ഷണ ഹാളിലേക്ക് നടന്നു പോയതുകൊണ്ട് ഒരു സീറ്റ് പെട്ടെന്ന് കിട്ടി. നിരത്തിയിട്ട കസാരകളല്ല, പകരം നീളത്തിൽ കോൺക്രീറ്റ് ചെയ്ത ഒരു ഇരിപ്പിടമാണ് ഇവിടെ ഉള്ളത്. അധികം താമസിച്ചില്ല, പേപ്പർ കവറിങ്, വാഴയില, ഗ്ലാസ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് മുമ്പിലേക്ക് വന്നു. ഇലയിൽ കുറിച്ച് വെള്ളം ഒഴിച്ചതൊന്ന് തുടച്ച് വൃത്തിയാക്കുമ്പോഴേക്കിതാ അച്ചാറുത്തി കച്ചമ്പറുത്തി, ഐ മീൻ സലാഡ്. ആയിവാ കിടു അച്ചാറിട്ടാ. ചില കല്യാണത്തിനും ചില കല്യാണ പരിപാടിയിലൊക്കെ അച്ചാർ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഈ അച്ചാർ കിടുക്കിട്ടാ. അച്ചാറിന്റെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. വാഴയിൽ ആദ്യം ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു സദ്യ ആയിരിക്കും. ബിരിയാണി ആണെന്ന് അറിഞ്ഞപ്പോ വല്ലാത്ത സർപ്രൈസ് ആയി പോയി. അല്ലെങ്കിലും ഈ ബിരിയാണി പേപ്പർ പ്ലേറ്റിലിട്ട് കഴിക്കുന്നതിനേക്കാളും വൈബ് വാഴയിലിട്ട് കഴിക്കുന്നതാണ്. സാധാരണ ഞാൻ ഇതുപോലുള്ള കല്യാണ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കണ്ണു മൂക്കൂലാതെ വയറ് നോക്കാതെ മടമടാന്ന് അടിച്ചായിട്ടാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തി. ഭക്ഷണം വളരെ കുറച്ച് മാത്രമാണ് കഴിച്ചത്. ഡയറ്റിംഗ് ആണ്, അതുകൊണ്ടാണ്. അതിനാൽ പായസം പോലും ഞാൻ കുടിച്ചില്ല. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് കൈയും കഴുകി എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിരുന്നതാ. നല്ല ഒന്നാന്തരം ശാന്തമായ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു പുഴക്കര. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കിട്ടിയിട്ടും ആ ഭംഗി നല്ല രീതിയിൽ കീപ്പ് ചെയ്യാതെ അതിന് തല്ലിക്കിടത്തുന്നതിലുള്ള ചപ്പുചവറുകൾ വാരി കൂട്ടിയിട്ടിരിക്കുന്നു ഇവിടെ. പുഴയിലൊക്കെ ഇങ്ങനെ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇവിടെയുള്ളവരുടെ പരിസ്ഥിതി ബോധത്തെ പറ്റി ചിന്തിക്കുന്നത്.